അപ്പോൾ പൊല്യൂഷൻ എങ്ങനെ ഉണ്ടാകുന്നു, പൊല്യൂഷൻ നയിക്കുന്ന സംഭവങ്ങൾ, സോഴ്സസും ഒക്കെ, പൊല്യൂട്ടൻസ്, അതിൻ്റെ കാറ്റഗറീസ് ഒക്കെ നമ്മൾ നോക്കി. ഇനി അത് നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, എഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. Now that you are familiar with water pollutants and their sources, let us see how the pollutants affect. So water bodies, aquatic organisms and human health. വാട്ടർ ബോഡീസിനെ എങ്ങനെ, അതിനുള്ളിലെ ഘടനയെ എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ തന്നെ അക്വാട്ടിക് ഓർഗാനിസംസിനെ എങ്ങനെ ബാധിക്കുന്നു, ഹ്യൂമൻ ഹെൽത്ത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് എഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നമ്മൾ നോക്കുന്നത്. So first one, effect on water bodies. Let us first see how organic wastes containing phosphates, nitrates and other nutrients affect നോർമൽ ഫങ്ഷനിങ് ഓഫ് വാട്ടർ ബോഡീസ്. നമുക്ക് ആദ്യം കണ്ടെയ്ൻ ചെയ്യുന്ന ഫോസ്ഫേറ്റ് എങ്ങനെയാണ്, നൈട്രേറ്റ്സ് എങ്ങനെയാണ്, മറ്റു ന്യൂട്രിയൻസ് എങ്ങനെയൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഡിസോൾവ്ഡ് ഓക്സിജൻ, ദാറ്റ് മീൻസ് DO. മോസ്റ്റ് അക്വാട്ടിക് ഓർഗാനിസം റെസ്പയർ വിത്ത് ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. The quantity of dissolved oxygen in a unit volume of treated water is only 0.0084 gram, which is about 1 tritite of that present in the same volume of air at 25 degrees Celsius. The quality decreases further with the increase of temperature. Temperature increase ചെയ്യുമ്പോൾ quality decrease ചെയ്യും. Okay. Then hence the availability of oxygen is one of the critical factor for the survival of aquatic species. Aquatic speciesന്റെ സർവൈവലിന് വേണ്ടിയിട്ട് അല്ലേ എന്നാണ് പറയുന്നത്. Then the amount of oxygen gas dissolved in a given quantity of water at a particular temperature and atmospheric pressure is referred to as dissolved oxygen and generally expressed as parts per million, ppm, parts per million. ഓക്കെ, ഇതൊക്കെയാണ് അതിൽ കൂടുതലായിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് എഫക്റ്റ് ഓൺ വാട്ടർ ബോഡീസ്. ഡിസോൾവ്ഡ് ഓക്സിജനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, BOD. അഡീഷൻ ഓഫ് ബയോഡിഗ്രേഡബിൾ മാറ്റർ എക്സേർട്സ് ഡിമാൻഡ് ഓൺ ഓക്സിജൻ ഓഫ് ദി വാട്ടർ ബോഡി. വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് വേണമല്ലോ, അപ്പോൾ അതിൻ്റെ അഡീഷൻ ഓഫ് ബയോഡിഗ്രേഡബിൾ മാറ്റർ, ബയോഡിഗ്രേഡബിൾ മാറ്ററിൻ്റെ ഒരു ഇൻക്രീസിങ് ഇത്തരത്തിലുള്ള ഓക്സിജൻ്റെ ഡിമാൻഡ് അധികരിപ്പിക്കും. The demand of oxygen is directly related to increasing loads of organic matter and is expressed as biological oxygen demand. അതാണ് BOD എന്ന് പറയുന്നത്. Okay. It is the measure of dissolved oxygen required by aerobic decomposers to break down organic matter present in a given volume of water over 5-day incubation period at 20 degrees Celsius. 5-day ഇൻക്യുബേഷൻ പീരീഡിൽ, അതിന് 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സമയത്തിൽ അതിന് എന്താ പറയുക, ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ്റെ മെഷർമെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, BOD എന്ന് പറയുന്നത്. Okay, it is expressed in part per million or mg of oxygen per liter. A high value of BOD indicates the high activity of aerobic decomposers, which in turn means more organic waste or sewage in water. അതായത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിൻ്റെ അളവ് അധികമാണ് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഓർഗാനിക് വേസ്റ്റ് ഓർ സീവേജ് ഇൻ വാട്ടർ എന്ന് പറയുന്നത് അധികമായിരിക്കും. ഓക്കെ, ഇനിയാണ് നമ്മൾ എഫക്റ്റ് ഓൺ അക്വാറ്റിക് ഓർഗാനിസത്തിലേക്ക് പോകുന്നത്. സോ ഫസ്റ്റ് പറയുന്നത് എന്താണ്, ടോക്സിക് വാട്ടർ പൊല്യൂട്ടൻസ് സച്ച് ആസ് മെറ്റൽസ്, പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് കെമിക്കൽസ് affect aquatic species directly, whereas the non-toxic organs lot may eliminate some aquatic species indirectly by reducing the DO, dissolved oxygen of water. The sensitive species such as trout and bass that require high level of oxygen are eliminated first. With further decrease in DO, leeches, catfish and carp get killed and only the resistant species, for example eel and hardy worms, survive. Trout and salmon are excellent indicators of pollution. The aquatic flora of lakes and pond is also affected by site variation in sustaining elements, thus affecting the whole ecological system. അതായത് അക്വാട്ടിക് ഓർഗാനിസത്തിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് പറയുന്നത്, അതായത് ഡിസോൾവ്ഡ് ഓക്സിജൻ, DO ആണ് അവിടുത്തെ മെയിൻ സാധനം എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ എത്രത്തോളം കുറയുന്നു അതിനനുസരിച്ച് ഈ
അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ ജീവിതത്തെ അത് മാരകമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൽ ഇപ്പോൾ വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവ്, ഡിസോൾവ് ഓക്സിജൻ്റെ അളവ് എങ്ങനെയാണ് കുറക്കുന്നത് നമ്മൾ പറഞ്ഞു. BOD എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലൂടെ BOD കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓക്സിജൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ അത്തരത്തിൽ ഭൂമിയിൽ ഭൂമിയിൽ മീൻസ് വെള്ളത്തിലുള്ള ഈ അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ ലൈഫിനെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. സോഴ്സ് നോൺ പോയിൻറ്റ് സോഴ്സ്, നോൺ പോയിൻറ്റ് സോഴ്സസ് വഴി നമ്മൾ വെള്ളത്തിലേക്ക് ഈ പറയുന്ന പൊല്യൂട്ടൻസ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് എഫ്ലുവൻസ് ഒക്കെ വെള്ളത്തിൽ അധികമാകുന്ന സമയത്ത് വെള്ളത്തിൽ ഈ പറയുന്ന ഓക്സിജൻ്റെ അളവ് വളരെയധികം കുറയുന്നുണ്ട്. അതുമൂലം ഈ പറയുന്ന അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ ലൈഫിനെ അത് മാരകമായിട്ട് ബാധിക്കും. ഓക്കെ, നോക്കാൻ പോകുന്നത് എഫക്ട്സ് ഓൺ ഹ്യൂമൻ ഹെൽത്ത് അല്ലെങ്കിൽ എഫക്ട്സ് ഓൺ ഹെൽത്ത്. Water pollution deteriorates the quality of water used for drinking, bathing, swimming, recreation and irrigation. Water contaminated with sewage has foul smell and creates unhygienic condition in the surrounding and affects our health. Drinking water polluted with sewage is a source of viruses, bacteria, protozoa and worms. വികസിത രാജ്യങ്ങളിൽ, നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് കോളറ, ജോണ്ടൈസിസ്, അതുപോലെ തന്നെ ടൈഫോയിഡ്, ഈ പറയുന്ന വോം ഇൻഫെക്ഷനൊക്കെ. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇത്തരത്തിലുള്ള ഈ പറയുന്ന പോലത്തുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ മാരകമായിട്ട് ബാധിക്കുന്നതാണ്. മുകളിൽ ഞാൻ വായിച്ചതൊക്കെ വളരെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിനായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റില്ല, കുളിക്കാൻ പറ്റില്ല, അലക്കാൻ കഴിയില്ല, ഇറിഗേഷൻ പർപ്പസിന് വെള്ളം ഉപയോഗിക്കാൻ കഴിയുമോ? അപ്പോൾ അതിനൊക്കെ മാരകമായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്.